വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ ഗൈസ്, നമുക്കിന്ന് തമിഴിനെ കണ്ടതുപോലെ ബോളിയും പായസവും വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വായു, എല്ലാവരും വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്രയും വാല്യുബിൾ ആണ്. അതെ, നമുക്ക് ആദ്യം ബോളിക്ക് ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് പരിപ്പാണ്, കടലപ്പരിപ്പ്. ഞാൻ 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച ഒരു 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു 1/4 കിലോ വരും കേട്ടോ മൈദ മാവ് എടുക്കുക. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉപ്പും ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് ചപ്പാത്തി പരുവത്തിൽ നിന്ന് കുറച്ചുകൂടെ ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ നെയ്യും കൂടെ, ഞാൻ 1 സ്പൂൺ നെയ്യാണ്. നെയ്യ് കൂടുന്തോറും ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അതുകൊണ്ട് നെയ്യിലൊന്നും ആരും പിശുക്ക് കാണിക്കണ്ട കേട്ടോ. അതെ, അങ്ങനെ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി പരുവത്തിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, നോക്കണം, കയ്യിലൊട്ടാൻ പാടില്ല. അങ്ങനെ ഒരു പരുവത്തിലായിരിക്കണം വേണ്ടത്. ഇത് നമ്മുടെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ കടലപ്പരിപ്പിനെ എടുത്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അതിൽ വെള്ളം വേണ്ട കേട്ടോ, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് വെള്ളം ഇട്ടാലേ അടിക്കാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്തോട്ടോ, കുഴപ്പമില്ല. അപ്പം നമുക്ക് പാനിലേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യിലാണ് ഇത് കിണ്ടിയെടുക്കുന്നത്. ഈ പരിപ്പ് കിണ്ടിയെടുക്കുന്ന നെയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് നെയ്യിലാരും പിശുക്കൊന്നും കാണിക്കാൻ നിൽക്കേണ്ട. എണ്ണയിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എണ്ണയിൽ ചെയ്തിട്ടില്ല, നെയ്യിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെയ്യ് ബോളി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നമുക്ക് നെയ്യിലേക്ക് നമ്മുടെ പരിപ്പും തട്ടിയിട്ട് അതിനാവശ്യ മധുരത്തിനുള്ള ശർക്കര പാനിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശർക്കര പാനിയല്ല പഞ്ചസാര ആണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ബാലൻസിനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കിണ്ടിയെടുക്കാം. ഇതെല്ലാം വെള്ളമൊക്കെ വലിഞ്ഞ് നമുക്ക് ബോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇത് കുറുകി വരും. അതാണ് ഇതിൻ്റെ പരുവം. അങ്ങനെ കുറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതും ഒരു കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കുക. അതേപോലെ നമ്മൾ നമ്മൾ വെരുകി വെച്ചിട്ടുള്ള നമ്മുടെ മാവ്, ഇതിൻ്റെ ബാറ്റർ, അതിനെയും ഒരു ചപ്പാത്തി പരുവത്തിൻ്റെ ഒരു ഉരുളകളാക്കി എടുക്കുക. ചപ്പാത്തിയുടെ ഉണ്ടോ, ഇതേപോലെ നമുക്ക് ഉരുളകളാക്കി എടുത്തിട്ട് ആ ഉരുളയ്ക്കകത്ത് നമുക്ക് ഈ പരിപ്പിൻ്റെ ഉരുളയും കൂടെ വെച്ച് നമുക്കതിനെ റെഡിയാക്കി അടിപൊളിയായിട്ട് ഉരുട്ടിയെടുത്ത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. നമ്മുടെ ബോൾ ഇവിടെ റെഡിയാണ് കണ്ടോ. ഇങ്ങനെയാണേ ഞാൻ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ടേ കണ്ടോ. കാരണം എൻ്റെ ഒരു കൈ കൊണ്ടുള്ള പരിപാടിയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, അതാണ്. എന്നിട്ട് നമുക്കിതൊരു വാഴയിലയിലോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പ്രസ്സിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ഒക്കെ ഇട്ടിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. നിങ്ങളുടെ എളുപ്പം എങ്ങനെയാണോ, നിങ്ങൾക്ക് എന്താണോ വാക്ക് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇച്ചിരി എളുപ്പത്തിനാണ് കവറിലിട്ടത്. വാഴയില